നിറവിലേക്ക് സ്വാഗതം. പിതാവായ ദൈവം വെള്ളത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി കടൽ എന്ന് പേരിട്ടു. അതുപോലെ അവിടുന്ന് തൻ്റെ കൃപാവരത്തെ മുഴുവൻ സമാഹരിച്ച് മറിയം എന്നും പേരിട്ടു. വിശുദ്ധ അന്തോനീസ് പുണ്യാളുടെ വാക്കുകളാണിത്. പരിശുദ്ധ മറിയത്തെ നമുക്കും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഹണി ജോൺ ആലപിക്കുന്ന ദിവ്യ സ്നേഹമേ തിരുഭോജ്യമായി എന്ന ഗാനത്തോടെ നമുക്ക് ആരംഭിക്കാം.
കമ്പാരിസൺ എന്ന കൊലപാതകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബ്രദർ സിജു ആലഞ്ചേരി ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഈ വിഷയമാണ്. നമ്മുടെ ചില കുടുംബങ്ങളിലെങ്കിലുമുള്ള ഒരു കൊലപാതകത്തെക്കുറിച്ചാണ് ഒരു ചിന്ത. പേടിക്കേണ്ട, അത് മറ്റൊന്നുമല്ല, കമ്പാരിസനാണ്. കമ്പാരിസൺ. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരോടാണ് ഇന്ന് ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. മക്കളും അറിഞ്ഞുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, സൈക്കോളജി പറയുന്നു ഇതൊരു വലിയ കൊലപാതകമാണ്, ഇതൊരു ക്രിമിനൽ കുറ്റമാണ് ശരിക്കും. പക്ഷേ നമ്മൾ അറിയുന്നില്ല, നമ്മുടെ മക്കൾ ഒരുപാട് ഞെരുങ്ങുന്നുണ്ട്. കമ്പാരിസൺ ഈസ് കില്ലിങ്. ഒരു വലിയ കൊലപാതകമാണ്. മക്കളെ പരസ്പരം ഇകഴ്ത്തിയും തുലനം ചെയ്തും കമ്പയർ ചെയ്ത് അവളെ കണ്ടുപിടിക്കട, ഇവളെ കണ്ടുപിടിക്കടി. മക്കളൊന്നും അനിയൻ്റെ പിള്ളേരെ പോലെ മിടുക്കരാവുന്നില്ല, അളിയൻ്റെ മക്കളെ പോലെ അവർ അത്രയും അങ്ങോട്ട് ഉത്സാഹത്തിലേക്ക് വരുന്നില്ല. പ്രിയപ്പെട്ടവർ, ഒത്തിരി കംപ്ലയിൻസ് മാതാപിതാക്കന്മാർക്ക് മക്കളെക്കുറിച്ചുണ്ട്. അതുകൊണ്ട് കമ്പാരിസൺ എന്ന കൊലപാതകം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവരുത്. തീർച്ചയായിട്ടും മക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന സ്വാഭാവികമായ ചില കപ്പാസിറ്റി, ദാനങ്ങൾ, താലന്തുകൾ, സ്കില്ലുകൾ അവർക്ക് കാണാൻ പോലും പറ്റില്ല. കാരണം എല്ലാ മക്കളും ഒരുപോലെ അല്ല, എല്ലാ മക്കളും ഒരുപോലെ ആകില്ല, എല്ലാ മക്കളും ഒരുപോലെ ആകാൻ പാടില്ല. ഇതാണ് ദൈവത്തിൻ്റെ നിയമം, ഇതാണ് പ്രകൃതിയുടെ നിയമം, ഇതാണ് ശാസ്ത്രം, ഇതാണ് കോമൺ സെൻസ്. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ, എന്നെ കേൾക്കുന്ന അമ്മമാർക്ക് പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിനെ കൺസീവ് ചെയ്ത സമയം ഒന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിൽ ചിന്തിക്കുക. ഞാൻ ചില സൂചനകൾ തരാം. കല്യാണമൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ, വലിയ ഉത്സാഹത്തോടെ, അഭിമാനത്തോടെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. BEd കഴിഞ്ഞു, MEd കഴിഞ്ഞു, ജോലി വേണം, പഠിക്കണം, ഇൻ്റർവ്യൂവിന് പോകണം, അങ്ങനെ സ്വന്തം കാലിൽ നിൽക്കണം. ഇതുപോലെയുള്ള വലിയ പ്രതീക്ഷകളും ഉത്സാഹവും. ഇൻ്റർവ്യൂ പോകുന്നു, നിങ്ങൾ പഠിക്കുന്നു, പുസ്തകങ്ങളെ കുറച്ച് ബഹുമാനിക്കുന്നു, കൂടുതൽ സ്നേഹിക്കുന്നു, കൂടുതൽ നിങ്ങൾ പഠിക്കാൻ സമയം കണ്ടെത്തുന്നു. ഇതുപോലെ പഠനവുമായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ഉത്സാഹത്തിൻ്റെ സമയത്ത് നിങ്ങൾക്കുണ്ടായ ഒരു കുട്ടി, ഒരു ആൺകുട്ടി, ഒരു പെൺകുട്ടി, അവൾ ആരുമാവട്ടെ, അവൻ ആരുമാവട്ടെ, പുസ്തകങ്ങളോട് കുറച്ചുകൂടി അടുപ്പം, ബഹുമാനം നിങ്ങൾ പറഞ്ഞാലുമില്ലെങ്കിലും അവൾക്ക് പഠിക്കാനുള്ള പുസ്തകത്തോട്, പഠനത്തോട് കുറച്ചുകൂടി സ്വാഭാവികമായ ഒരു അടുപ്പമുണ്ടാകും. അത് വളരെ കൃത്യമാണ്. കാരണം നിങ്ങൾ ചെയ്ത ആ ഇൻ്റർവ്യൂ, പഠനം, ജോലി, പ്രൊമോഷൻ, ഉത്സാഹം അറിയാതെയാണെങ്കിലും ഈ കുഞ്ഞിനെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഇത് പകൽ പോലെ സത്യമാണ്. ഇത് പ്യുവർലി സയൻറ്റിഫിക്കലി പ്രൂവണാണ്. ഇനി രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കുഞ്ഞിനെ നിങ്ങൾ ഗർഭം ധരിച്ച ആ ഒരവസ്ഥ, ചില ഉദാഹരണങ്ങളാണ്, നിർബന്ധമൊന്നുമില്ല, ഇതുപോലെ ആകണം ഒരു നിർബന്ധവുമില്ല, ചില സൂചനകളാണ്. ഈ ദിവസങ്ങളിലൊക്കെ ഒരുപാട് കുടുംബങ്ങളെ കാണാൻ പറ്റിയതിൻ്റെ വെളിച്ചത്തിൽ പല കുടുംബങ്ങളും പറഞ്ഞ കാര്യമാണ്, സാറേ ഇന്നലെ വരെ ഈ പറഞ്ഞ കമ്പാരിസൺ കൊലപാതകം ഞങ്ങളുടെ വീടുകളിൽ ഉണ്ടായിരുന്നു, ഇനി ഉണ്ടാവില്ല, ഞങ്ങൾ ഉറപ്പ് തരുന്നു. ഈ ഉറപ്പാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കൊടുക്കേണ്ടത്. കാരണമുണ്ട്. 2 പേര്, 3 പേര്, 4 പേര്, എത്രയും ആവട്ടെ, ഇവരൊരിക്കലും ഒരുപോലെ ആകില്ല, ഒരുപോലെ ആകാൻ പാടില്ല. വ്യത്യസ്തങ്ങളായ ദൈവത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഗിഫ്റ്റുകളാണ് ഈ 3 പേരും, 2 പേരും, 4 പേരും. ഈ തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവരെ കുറച്ചുകൂടി നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുക. അവരെ അവരായിട്ട് കാണണം, അവരെ അവരായിട്ട് കണ്ട് സ്നേഹിച്ച് കാലമത്രയും കരുതലോടെ ഒരു കാവലാളെ പോലെ മാതാപിതാക്കന്മാർ മാറുമ്പോഴാണ് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ 100 മേനി ഫലം ചൂടുന്ന നല്ല വിത്തുകളായിട്ട് മാറുക. രണ്ടാമത്തെ കുഞ്ഞിനെ, മൂന്നാമത്തെ കുട്ടിയെ ഗർഭം ധരിച്ചപ്പോൾ പ്രിയപ്പെട്ട അമ്മ, അപ്പൻ, പ്രത്യേകിച്ചും അമ്മയുടെ ജീവിതത്തിലെ ഒരിക്കലും ചിന്തിക്കാനാവാത്ത, ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത, ഒരിക്കലും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, മനസ്സിൽ പോലും ആഗ്രഹിക്കാത്ത ചില സങ്കടങ്ങൾ, വേദനകൾ, സംഘർഷങ്ങൾ, മരുഭൂമി അനുഭവങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ, ചില വേർപാടുകൾ, ചില ദുരന്തങ്ങൾ, ഇതിൽ കൂടിയൊക്കെ കടന്നുപോയ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പ്രിയപ്പെട്ട അമ്മ, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ, ഈ കുഞ്ഞിലും ഈ മകനിലും മകളിലും നിങ്ങൾ അനുഭവിച്ച സങ്കടവും വേദനയും ഒക്കെ കൃത്യമായിട്ടും അതിൻ്റെ അളവിലുണ്ടാവും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒന്നാമത്തെ മകൻ രണ്ടാമത്തേവനെ പോലെയാവുക, രണ്ടാമത്തെ മകൾ മൂന്നാമത്തെ മകളെ പോലെയാവുക? ഇത് പറ്റില്ല. ഓരോരുത്തരും ദൈവത്തിൻ്റെ അമൂല്യമായ, വ്യക്തമായ, കൃത്യമായ ഗിഫ്റ്റുകളാണ്. 2 മാസം മുൻപ് വിദേശത്തു നിന്നും
എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ചു, ഒരു കൗൺസിലിങ്ങിന് വേണ്ടിയാണ്. 2 ആൺമക്കളെ പരിചയപ്പെടുത്തിയപ്പോൾ വോയിസ് ഓഡിയോ മെസ്സേജാണ്, ഒരു 10 മിനിറ്റുള്ള ഓഡിയോ മെസ്സേജാണ്. മൂത്ത മകനെ പറ്റി പറഞ്ഞപ്പോൾ വാചാലനാവുകയാണ്. കാരണം ജെം ഓഫ് എ പ്രൊവിഷൻ, മിടുക്കനാണ്, നല്ല ഉത്സാഹിയാണ്, നല്ല പോസിറ്റീവ് തൻ്റെ ഇടമുണ്ട്, പഠിക്കാൻ പ്രത്യേകിച്ചും അവൻ്റെ ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ മാത്തമാറ്റിക്സും ഫിസിക്സുമാണ്, ഒരു ജീനിയസ് ആണ്, ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, എല്ലാം ഇങ്ങനെ നോക്കിയും കണ്ടും ചെയ്യും, പഠിക്കാനും കളിക്കാനും ചിരിക്കാനും ഒരു വല്ലാത്ത കോൺഫിഡൻസ്, ഒരു എക്സ്ട്രോവേർട്ടാണ്, ഒരു മിടുമിടുക്കനാണ്. പക്ഷെ 2ാമത്തെ മകനെ പറ്റി പറഞ്ഞപ്പോൾ ഈ അപ്പൻ്റെ സ്വരം ഒന്ന് താന്നു. പഠിക്കാൻ ഉത്സാഹമില്ല എന്ന് മാത്രമല്ല, അത് പോട്ടെ, കളിക്കാനോ കഴിക്കാനോ ഒന്നിനും ഒരു ഉത്സാഹമില്ലാത്ത ഒരു പമ്മൻ സ്വഭാവം. ഇതിന് സൈക്കോളജി പറയുന്ന പേര് ഇൻട്രോവേർട്ടാണ്, ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി. മറ്റവൻ എക്സ്ട്രോവേർട്ടാണ്, മിടുക്കനാണ്, അതികേമനാണ്. പക്ഷേ ഇളവൻ ഇൻട്രോവേർട്ടാണ്, ഇത്തിരി നിഷേധാത്മകമായ ചിന്തകളൊക്കെ ഉണ്ട്, എപ്പോഴും ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഒരു മൂലയിലിരിക്കാനാണ് എപ്പോഴും താല്പര്യം. ചില സിംറ്റംസ് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് ചിരിയും വന്നു, സങ്കടവും വന്നു. പാൻസ് ഇട്ടാൽ സിബ് ഇടാൻ മറന്നു പോകും, ഭയങ്കര മറവിക്കാരനാണ്. ഇനി ബർമൂഡയാണെങ്കിൽ വള്ളി കെട്ടാൻ മറന്നു പോകും. ഞങ്ങൾ അവനെ ഉന്തി പുറത്തേക്ക് തള്ളി, പോയി കളിക്കടാ, പോയി കൂട്ടുകൂടടാ എന്നിങ്ങനെ ഉന്തി തള്ളി പുറത്തേക്ക് വിട്ടാലും ദേ വരും സ്പ്രിങ് പോലെ അകത്തോട്ട്. ഒരു ഉത്സാഹവുമില്ല, വല്ലാത്ത ഒരു പ്രകൃതിയാണ്. ഞാൻ ഈ 10 മിനിറ്റ് ഓഡിയോ ക്ലിപ്പ് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത, ഈ മകൻ ഹെൽപ്ലെസ് ആണല്ലോ, ഈ മകൻ നിസ്സഹായനാണല്ലോ. ഇത് ശരിക്കും ഒരു ഫീലിംഗ് ഓഫ് റിജക്ഷനാണ്. ഇവനെ കൊണ്ട് ചില കാര്യങ്ങൾ, അവൻ്റെ ഉള്ളിലുള്ള ചില ചിന്തകൾ ചെയ്യിപ്പിക്കുകയാണ്. ഹീസ് അബ്സല്യൂട്ട്ലി ഹെൽപ്ലെസ്, അവൻ നിസ്സഹായനാണ്. ഞാൻ ചോദിച്ചു, ഹലോ മിസ്റ്റർ, പ്രിയപ്പെട്ട മകൻ കുഞ്ഞുനാളിൽ ഏതെങ്കിലും ഒരു അവഗണനയുടെ ഫീലിംഗ് ഓഫ് റിജക്ഷൻ്റെ അവസരത്തിൽ കൂടി കടന്നു പോയിട്ടുണ്ടോ? ഇത് എൻ്റെ ഒബ്സർവേഷനിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതൊരു ഫീലിംഗ് ഓഫ് റിജക്ഷൻ ആണ്. അത് സൈക്കോളജിയിലും സ്പിരിച്വാലിറ്റിയിലും അതിന് പറയുന്ന പേര് ഇന്നർ വൂണ്ട് എന്നാണ്, ആന്തരിക മുറിവെന്നാണ്. ഇത് രണ്ടും ശരിയാണ്. ആത്മീയതയിൽ പറയുന്നു അത് ശരിയാണ്, ആന്തരിക മുറിവുകൾ, റിജക്ഷൻ ഒരു ആന്തരിക മുറിവാണ്. ഇനി സൈക്കോളജിയിൽ പറയുന്നു ഫീലിംഗ് ഓഫ് റിജക്ഷൻ അതൊരു ഇന്നർ വൂണ്ടാണ്. രണ്ടും ശരിയാണ്, ഒത്തിരി അപകടങ്ങളുണ്ട്. എൻ്റെ വോയിസ് കേട്ട് ഉടനെ വരുന്നു അടുത്ത അതിൻ്റെ മറുപടി, യെസ് സിജു, യുവർ ഒബ്സർവേഷൻ ഈസ് 100% അക്യുറേറ്റ്. കാരണം ഇത് ഞങ്ങൾക്ക് 8ാം മാസത്തിൽ കിട്ടിയ ഒരു കുട്ടിയാണ്. ആരുടെ 8ാം മാസം? മൂത്ത കുഞ്ഞിന് വെറും 8 മാസം പ്രായമുള്ളപ്പോൾ കൈക്കുഞ്ഞായിട്ട് മൂത്ത മകനെ ഞങ്ങൾ സ്വീകരിച്ച് വളർത്തി വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ, ദൈവം നൽകിയ ഒരു സമ്മാനമാണ് ഈ 2ാമത്തെ കുഞ്ഞ്. ഓർക്കണം, പ്രിയപ്പെട്ട അമ്മ, പ്രിയപ്പെട്ട അപ്പൻ, ചില കുടുംബങ്ങൾ ഇതിനെ അങ്ങോട്ട് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ മാനുഷികമായ ബുദ്ധി അനുവദിച്ചു എന്ന് വരില്ല. പക്ഷെ എന്താണ് സത്യം? 8ാം മാസമാണെങ്കിലും 8ാം വർഷമാണെങ്കിലും ഉദരത്തിൽ ഒരു ജീവൻ ദൈവം നൽകിയാൽ ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനമാണ്. അത് 8ാം ദിവസമാണെങ്കിലും 8ാം മാസമാണെങ്കിലും 8ാം വർഷമാണെങ്കിലും ദൈവം നൽകുന്ന ഈ സമ്മാനത്തെ, ജീവനെ 2 കൈനീട്ടി സ്വീകരിക്കണം. ഇതാണ് സത്യം, ഇതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ ഒരു സത്യം മനസ്സിലാക്കാൻ ചില സാധാരണ കുടുംബങ്ങൾക്ക് അത്ര പെട്ടെന്ന് സാധിക്കണം നിർബന്ധമില്ല. തളർന്നു പോകും, വാടിപ്പോകും. എന്താ? ഒന്ന് നാണക്കേട്. 8ാം മാസം കൈക്കുഞ്ഞ് കയ്യിലിരിക്കുമ്പോൾ വീണ്ടും ഗർഭിണിയായിട്ട് മാറുന്നു. ഇതൊരു സാധാരണ സ്ത്രീക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റണം നിർബന്ധമില്ല. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? ഞങ്ങൾ ആത്മീയമായിട്ട് ഇതിനെ സ്വീകരിച്ചതുകൊണ്ട്, പ്രാർത്ഥനാ ജീവിതത്തിൽ ഉള്ളവരായതുകൊണ്ട് ഇതിനെ ആത്മീയമായിട്ട് ദൈവം നൽകിയ ഒരു വിലപ്പെട്ട സമ്മാനമായിട്ട് ഞങ്ങൾ സ്വീകരിച്ചു. പക്ഷേ ഞാനും എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും ഒഴിച്ച് ഈ ലോകത്താർക്കും, എൻ്റെ പേരൻസിനോ അവളുടെ പേരൻസിനോ, ഞങ്ങളുടെ കൂട്ടുകാർക്കോ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്കോ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നാണക്കേട്, സങ്കടം, ഞെരുക്കം, പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. ഈ 8 മാസവും വീടിനകത്ത് ഒരു മുറിക്കകത്ത് പ്രാർത്ഥിച്ച്, എന്നാൽ ഞെരുങ്ങി സങ്കടത്തോടെ, മാനസികമായ സ്വാഭാവികമായ ഈ ഒരു റിജക്ഷൻ, അവഗണന, സങ്കടം ഇതെല്ലാം ഏറ്റുവാങ്ങി വീടിന് പുറത്തേക്ക് അധികം ഇറങ്ങാത്ത ഒരു 8 മാസത്തെ ചരിത്രം ഇപ്പോൾ താങ്കൾ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നു. എൻ്റെ ഭാര്യ അങ്ങനെയായിരുന്നു ഏറെ സമയം കഴിച്ചു കൂട്ടിയത്. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ, ചിന്തിച്ച് നോക്കിക്കേ. ഇതുപോലെ 8 മാസവും 9 മാസവും വീടിനകത്ത് നീറി
റിജക്ഷനോടുകൂടി അല്ലെങ്കിൽ ആ ഫീലിങ്ങോടുകൂടി സങ്കടത്തോടുകൂടി ആരും കൂടെയില്ലല്ലോ, ഈ വല്ലാത്ത ഒരു നിഷേധാത്മകമായ വികാരങ്ങളോടുകൂടി കഴിഞ്ഞുകൂടിയ ഒരമ്മയിൽ നിന്ന് ഉണ്ടാകുന്ന കുഞ്ഞ് ജനിച്ചു വരുമ്പോഴേ ലോകോത്തര ചാമ്പ്യനാകണം എന്ന് വാശി പിടിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ മനസ്സിലാക്കണം ഈ സത്യം. ചില കുഞ്ഞുങ്ങൾ IQ കൂടുതലാണ്, അവരോട് പഠിക്കാൻ പ്രത്യേകിച്ച് പറയണ്ട. ഇനി ചില കുട്ടികൾക്ക് IQ-വിൽ വ്യത്യാസമുണ്ട്, അവരോട് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കണം. പഠിക്കാൻ ഇത്തിരി താല്പര്യക്കുറവുണ്ട്, പഠനമൊഴിച്ച് ബാക്കിയെല്ലാം താല്പര്യമാണ്. ഇനി ചില കുഞ്ഞുങ്ങൾ വളരെ ഉത്സാഹിയാണ്, ചില കുഞ്ഞുങ്ങൾ വളരെ പമ്മൻ സ്വഭാവമാണ്. ചില കുട്ടികൾക്ക് കുറച്ചുകൂടി നല്ല കോൺഫിഡൻസ് ഉണ്ട്, ചില കുട്ടികൾക്ക് എപ്പോഴും ഒരു പുഷ് ആൻഡ് പുൾ ആവശ്യമുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു 90% കാരണങ്ങളും വീടിനകത്ത് തന്നെയുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നമ്മുടെ മക്കളുടെ കഴിവുകളുടെയും കഴിവുകേടുകളുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തേ പറ്റൂ. ഇനി ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇതുപോലെ കുറവുള്ള ഒരു കുഞ്ഞ് വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, കുറവില്ലാതെ കുറവുള്ള അവനെ അങ്ങ് സ്നേഹിച്ചോണം. ബിക്കോസ് ലവ് നെവർ ഫെയിൽസ്. സ്നേഹത്തിന് പരാജയപ്പെടാൻ പറ്റില്ല. ഏതെങ്കിലും പഠിക്കാനോ IQ-വിലോ സ്വഭാവത്തിലോ ശീലങ്ങളിലോ ഇത്തിരി കുറവുള്ള ഒരു കുഞ്ഞ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവനെ ഇന്നു മുതൽ കുറവില്ലാതെ അങ്ങോട്ട് സ്നേഹിച്ചോണം. കാരണം സ്നേഹത്തിന് ഒരിക്കലും പരാജയപ്പെടാൻ പറ്റില്ല. ചരിത്രം പറയുന്നില്ലേ, മണ്ടനെന്ന്, മന്ദബുദ്ധിയെന്ന്, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു ചെറുക്കനെന്ന് അധ്യാപകർ പോലും എഴുതി ഒപ്പിട്ട് കൊടുത്ത ഒരു പയ്യൻ്റെ പേരല്ലേ തോമസ് ആൽവ എഡിസൺ, കൊച്ചു പയ്യൻ. പക്ഷെ ഓർക്കണം, നാൻസി എന്ന് പറയുന്ന അമ്മ, അധ്യാപിക കൂടിയായിരുന്ന അമ്മ, ഈ കത്ത് വായിച്ച് നിങ്ങളുടെ മകനെ ഒന്നിനും കൊള്ളില്ല കേട്ടോ, ഇവനെ ഇങ്ങോട്ട് അയക്കരുത് കേട്ടോ, ഞങ്ങളുടെ സ്കൂളിൻ്റെ സ്റ്റാറ്റസ് ഞങ്ങളുടെ കുട്ടികൾ അടുത്തിരുത്താൻ പോലും പറ്റില്ല, അതുകൊണ്ട് ഇവനെ ഇനി ദയവ് ചെയ്ത് ഇങ്ങോട്ട് വിടരുത്, ഒന്നിനും കൊള്ളില്ല എന്ന് എഴുതി കൊടുത്തു വിട്ട കത്ത് വായിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ മകനെ ചേർത്ത് നിർത്തി പറഞ്ഞു, മോനെ, മറ്റുള്ളവർക്ക് നീ മണ്ടനാണെങ്കിലും അമ്മയ്ക്ക് നീ മകനാടാ. ഈ മണ്ടനായ മകനാണ് പിന്നീട് മഹാനായിട്ട് മാറിയത്. അദ്ദേഹം ഒരിക്കൽ എഴുതി വെച്ചു, മൈ മദർ ഈസ് ദ മേക്കിംഗ് ഓഫ് മീ. ഞാൻ എന്തായിരിക്കുന്നോ, ഞാൻ ഇവിടം വരെ എന്നെ എത്തിച്ചത് എൻ്റെ പ്രിയപ്പെട്ട അമ്മയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, മക്കളെ കൊണ്ട് പറയിപ്പിക്കണം നാളുകളിൽ, എൻ്റെ അപ്പനാണ്, എൻ്റെ അമ്മയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഈ മണ്ടനെ മഹാനാക്കിയത് എൻ്റെ പ്രിയപ്പെട്ട അമ്മയാണ്, എൻ്റെ പ്രിയപ്പെട്ട അപ്പനാണ്, എൻ്റെ കുടുംബമാണ് എന്ന് പറയിപ്പിക്കണം. അല്ലാതെ കമ്പയർ ചെയ്ത് മക്കളെ കൊന്നു കളയരുത്. വെറുതെ കണക്കിൻ്റെയും സയൻസിൻ്റെയും A+ൻ്റെയും അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ മക്കളെ വേർതിരിച്ചു കാണരുത്. കാരണം A+ഉം പരീക്ഷയും ഒക്കെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണെങ്കിലും ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് അവരെ അവരായിട്ട് സ്നേഹിക്കാൻ നമുക്കെല്ലാം അറിയാം. അധമനായിരുന്ന അഗസ്റ്റിനെ അൾത്താര വണക്കത്തിന് യോഗ്യനാക്കിയത് പ്രിയപ്പെട്ട മോനിക്കാമ്മയുടെ ഈ കാത്തിരിപ്പാണ്. കാത്തിരിക്കണം. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ കുറവുണ്ടെങ്കിൽ ആ കുറവ് നികത്തുക. അപ്പൻ്റെ കുറവില്ലാത്ത സ്നേഹമാണ്, അമ്മയുടെ കുറവില്ലാത്ത സ്നേഹമാണ്. അല്ലാതെ കമ്പാരിസൺ എന്ന കൊലപാതകത്തിൽ നമ്മുടെ മക്കളുടെ ജീവിതവും ജീവനും ആത്മാവും നശിപ്പിക്കരുതേ. ഈശോ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. പതിവ് പോലെ നിശ്ചയിച്ചയെ ശ്രവിക്കാനുള്ള സമയമായി. കാണാം പുതിയ വീഡിയോയും അതിലെ ദൈവചിന്തയും. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. വ്യക്തികളെ തിരുത്താൻ, അവരിൽ മാറ്റം വരുത്താൻ ഏറ്റവും കേപ്പബിളായ ആയുധം ഏതാണ്? ഒരു യഥാർത്ഥ ജീവിതകഥയെ അടിസ്ഥാനപ്പെടുത്തിയെടുത്ത ഹ്രസ്വചിത്രമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. Walang kwentang tao. Itong maingay na to. Patahimikin nyo nga yan!
Tahan na! Tahan na! Tahan na! Tigil na! Huwag na maingay! Tigil na! Tigil na! Huwag na maingay! Huwag na maingay! Ano? Anong tinitingin-tingin mo? Kunin mo to. Eh, paano yan? Wala rin may gusto sa'yo. Ano? Ano? Tara na nga. Ili, tulog anay. Ano nga ba yun? Kalimutan ko na. Tulog kanay, wala diri, imo nanay. Fernando Caha, kami po yung tiga social services. Di ka na nakapagtapos sa pag-aaral mo. Pinalayas ka pa ng magulang mo. Wala ka pang matinong trabaho. Paano mo bubuhayin yung bata? May trabaho na po ako. Sabi nila, binuhay ko siya. Pero ang totoo, binuhay niya ako. അക്രമാസക്തനും അപകടകാരിയുമായ ഒരു ഗുണ്ടയിൽ നിന്ന് ശാന്തനും സ്നേഹമയിയുമായ ഉത്തരവാദിത്വമുള്ള ഒരു ചെറുപ്പക്കാരനിലേക്ക് ഹെർണാഡോ എന്ന വ്യക്തിയെ രൂപാന്തരപ്പെടുത്തിയത് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ തളർസ്പർശമാണ്. സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട, മാതാപിതാക്കളാൽ വലിച്ചെറിയപ്പെട്ട, ഇരുൾ നിറഞ്ഞ, സ്നേഹരാഹിത്യം നിറഞ്ഞ ഒരു ബാല്യമാണ് ഹെർണാഡോയെ പരുക്കനും കോപിഷ്ഠനുമായ ഒരു ചെറുപ്പക്കാരനായി മാറ്റിയത്. എന്നാൽ അവൻ്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്ന ആ പിഞ്ചു കുഞ്ഞിൻ്റെ സ്നേഹസ്പർശത്തിന് അവൻ്റെ ഉള്ളിലെ നന്മയുടെ മുഖം, കരുണയുടെയും സ്നേഹത്തിൻ്റെയും മുഖം പുറത്തു കൊണ്ടുവരാൻ സാധിച്ചു. അവൻ്റെ ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും നൽകി. അല്ലെങ്കിലും കഠിന ശിക്ഷകളോ ശകാരങ്ങളോ അല്ല ഒരു മനുഷ്യനിൽ മാറ്റം വരുത്തുക എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ കാൽവരി കുന്നിൻ്റെ മുകളിൽ കണ്ടിട്ടുണ്ട്. കുരിശെന്ന ശിക്ഷയല്ല, മറിച്ച് കുരിശിലേറിയവൻ്റെ കരുണയും സ്നേഹവായ്പുമാണ് കള്ളനെ നല്ല കള്ളനാക്കി രൂപാന്തരപ്പെടുത്തിയത്. നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ചുറ്റുപാടുകളിലുമൊക്കെ ഫെർണാഡോയെ പോലെ ഉപേക്ഷിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് പേരുണ്ട്. സമൂഹം അവരെ മാറ്റി നിർത്തുന്നതിന് കാരണം, നമ്മൾ അവരെ അവഗണിക്കുന്നതിനും ഉപേക്ഷിക്കുന്നതിനും കാരണം അതൊരു ശിക്ഷയാവട്ടെ എന്നും ഈ മാറ്റി നിർത്തലുകൾ അവരിൽ മാറ്റം വരുത്തട്ടെ എന്നും ഉള്ള ചിന്തയാണ്. എന്നാൽ മാറ്റി നിർത്തലുകളേക്കാൾ ചേർത്ത നിർത്തലുകളാണ് ഒരുവനിൽ മാറ്റങ്ങൾ വരുത്തുക എന്നാണ് ഫെർണാഡോയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. പിതാവായ ദൈവം
വെള്ളത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി കടൽ എന്ന് പേരിട്ടു. അതുപോലെ അവിടുന്ന് തൻ്റെ കൃപാവരത്തെ മുഴുവൻ സമാഹരിച്ച് മറിയം എന്നും പേരിട്ടു. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുമ്പോൾ വിശുദ്ധ അന്തോനീസ് പുണ്യാളുടെ വാക്കുകൾ നമുക്ക് ഓർമ്മിക്കാം. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. നാളെ ഇതേ സമയം കണ്ടുമുട്ടുന്നവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർമ്മിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുവോജ്യമോ